ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേയിലെ കാര്യങ്ങളായിട്ടാണ്. ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടൊക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്കും കൂടി ഇപ്പോൾ ഒന്ന് ചെയ്തേക്കിട്ടാ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചതായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി വാങ്ങിച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ ഒന്ന് വേറൊന്നും ഇല്ല. ഇപ്പോൾ മാങ്ങേൻ്റെ എല്ലാം സീസൺ ആയിട്ടുണ്ടല്ലോ, ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പിലെല്ലാം മാങ്ങയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അച്ചാറുണ്ടാക്കാനുള്ള മാങ്ങയും അതുപോലെ പഴുത്ത മാമ്പഴമില്ലേ അതും പിന്നെ കുറച്ച് നാരങ്ങയും കൂടി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാന്ന് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുത്ത് വെച്ചതാട്ടാ. ഇനിയിപ്പോൾ ഈ ഒരു നാരങ്ങ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ നാരങ്ങ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അത് റൈസ് കുക്കറിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിളച്ച വെള്ളം ചേർത്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ തിളച്ച വെള്ളം ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നാരങ്ങയെല്ലാം നമുക്ക് നല്ല സ്റ്റീമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ആ വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വരുന്ന സമയം കൂടി എടുക്കുമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റീമർ വെച്ചതിന് ശേഷം ആ സ്റ്റീമിങ് ബാസ്ക്കറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്താലും മതി. ഇതാകുമ്പോഴേക്കും അങ്ങനെ വെന്തിട്ട് ഇങ്ങനെ നാരങ്ങ നമ്മൾ അല്ലാണ്ട് സ്റ്റൗമ്മ വെച്ചിട്ട് ഇങ്ങനെ ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇതായി പോവില്ലേ. ഇതിൽ ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അങ്ങനെയൊന്ന് വെച്ചെടുത്തതാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു ചെറിയ ചോപ്പറും അതുപോലെ തന്നെ ബ്ലെൻഡറും ഒക്കെ ഇല്ലേ ചെറുതായിട്ടില്ല, അതൊക്കെ ഞാൻ ഈ ഒരു സ്പേസിലായിട്ടാണ് വെക്കുക. ഈ ഒരു ട്രോളി എനിക്കിത് ആകുമ്പം നമുക്കിങ്ങനെ കിച്ചണിൽ എല്ലായിടത്തും കൊണ്ടെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ട്രോളി യൂസ് ചെയ്യലുണ്ട് കിച്ചണിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനത്തെ സാധനങ്ങളാണ് വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് എപ്പോഴും എടുക്കണമല്ലേ, ചില സമയത്തൊന്നും നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യലുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറേ നാളിരുന്നിട്ട് അത് അക്യൂമുലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുമ്പോഴൊരു വൃത്തി ഉണ്ടാവില്ല, എന്താ പറയുക, പിന്നെ നമുക്കൊരു പുതുമയും തോന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ ആ ഒരു ട്രോളീൻ്റെ താഴത്തെ തട്ടിൽ ഞാനിങ്ങനെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസും അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ വെക്കലിട്ട് ആ കിച്ചൺ ഗ്ലൗസൊക്കെ ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു താഴത്തെ തട്ടിൽ വെച്ച് കൊടുക്കാറ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴത്തെ ആ തട്ടുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ എയർ ഫ്രയറിൽ വെക്കുന്ന പേപ്പറാട്ടോ. അത് അവിടെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ എടുത്തിലേക്ക് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ടെടുക്കാന്ന് വെച്ചിട്ട്, സാധാരണയായിട്ട് എൻ്റെ അടുത്തൊരു ഉള്ളിയൊക്കെ വെക്കുന്ന വേറൊരു ബാസ്ക്കറ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒത്തിരി ഉള്ളിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വെക്കാൻ പറ്റില്ല, അത് കുറച്ചേ കൊള്ളുള്ളൂ അതിൽ. അപ്പോൾ ഇതിലേക്കാവുമ്പോൾ ഒരുപാട് എന്താ പറയുക ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കലിട്ടാ. അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ നാരങ്ങയ്ക്ക് സ്റ്റീമായി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കായപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് എല്ലാം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ലെണ്ണ ആട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞ് പോണ പോലെയല്ല, പക്ഷേ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു തരത്തിലൊന്ന് മൂപ്പിച്ചെടുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സെയിം എണ്ണയിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്.
പിന്നെ ഉണ്ടല്ലോ, ഇതൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആട്ടാ. ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ഒന്നും അല്ല കേട്ടാ. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിലൊരു ചാനലുണ്ട്, ഫാത്തിമാസ് കറി വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഞാനത് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചാനലിൽ പല റെസിപ്പീസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇഷ്ടം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എല്ലാതും ഒന്നും യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കണ ആളല്ല. പക്ഷേ എനിക്കറിയുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ചിലതൊന്നും എനിക്ക് കിട്ടാറില്ല, നന്നായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ പലതും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ട. അതിലൊന്ന് ഈ നാരങ്ങ അച്ചാറായിരുന്നു. നാരങ്ങ അച്ചാർ എനിക്ക് എപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര കയ്പും, പിന്നെ മാത്രമല്ല ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കൽ നിർത്തി വെച്ചേക്കായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ ഇങ്ങനെ ഈ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടായത്. ഇത് മാത്രമല്ല കേട്ടോ, ഞാനതിൽ ആ ഒരു റെസിപ്പി സെർച്ച് ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ, അവരുടെ വേറെ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കത് ഓക്കെ ആയിട്ടുണ്ട്. ഈസിയാണ് ചെയ്യാനായിട്ടും, പക്ഷെ നല്ല കറക്റ്റായിട്ട് വരും ചെയ്യൂട്ടാ. എനിക്ക് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പം അതിൽ കണ്ടിട്ട് ഞാനിതിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്, നാരങ്ങേൻ്റെ. ആദ്യത്തെ തവണയും അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ ഇപ്പോൾ അതേ റെസിപ്പി തന്നെയാണ് 2ാമത്തെ തവണയും അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് നന്നായിട്ട് കിട്ടും. അങ്ങനെ അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പം ഞാൻ ഇതൊന്ന് പറയണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് അവരുടെ റെസിപ്പിയാണ്, അപ്പോൾ അതിൽ നോക്കിയാൽ നല്ലോണം കിട്ടും കേട്ടോ. എന്താ പിന്നെ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുകാട്ട ഇട്ട് കൊടുത്ത്, കടുക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ചെറുതായിട്ടല്ല, കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് സാധാരണ മുളക് പൊടിയും പിന്നെ കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. എനിക്ക് എരിവ് കുറച്ച് മതി, അപ്പോൾ അതും കൂടെ കൊണ്ട് അങ്ങനെ കശ്മീരി മുളക് ചേർത്ത് കൊടുത്തതാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വരുത്തുമല്ലോ. പക്ഷേ ബേസിക്കലി ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഫാത്തിമാസ് കറി വേൾഡിൻ്റെ ആ ഒരു റെസിപ്പി തന്നെയാണ് ഈ നാരങ്ങേൻ്റെ ഉണ്ടാക്കുന്നത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു റെസിപ്പി കണ്ടോക്കിയിട്ട് ചെയ്ത് നോക്കൂ, അടിപൊളിയാട്ടാ. നല്ല നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കണമല്ല, പക്ഷെ നമ്മൾ ഈ അല്ലാത്തൊരു, എനിക്കത് ഞാൻ എവിടേക്കോ കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റിലുള്ള നാരങ്ങ അച്ചാർ. ഇത് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ തവണ കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്, എവിടേക്കോ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ല, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അതാട്ടാ ഈ അച്ചാറിന്. എനിക്കിതിൻ്റെ റെസിപ്പി അറിയില്ലായിരുന്നു. എനിവേ അതിലേക്ക് ഇനിയിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് കായപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു നാരങ്ങേൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഉലുവയും കടുവൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പാനിൽ ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കടുകും കൂടിയിട്ട് ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1-2 ഗ്രാമ്പൂവും 1-2 ഏലക്കയും കൂടി അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഈ കടുകിൻ്റെയും ഉലുവൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കടുകും ഉലുവയും ഗ്രാമ്പും ഏലക്കെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുത്ത് വരുന്ന ആ ഒരു നേരം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വിനീഗർ ചേർത്തിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു നാരങ്ങ അച്ചാറില്ലേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അതുമേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി
ഇനിയിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടുകും ഉലുവയും പട്ടയില്ല ഏലക്കയും ഗ്രാമ്പും കൂടെ കേട്ടോ. ഈ ഏലക്കയും ഗ്രാമ്പൊന്നും ഒരുപാട് ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം, 1 2 അങ്ങനെയല്ല. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അന്ന് ഈ ഒരു റെസിപ്പിയിൽ അവർ പഞ്ചസാര എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കയ്പ്പൊന്ന് കുറയ്ക്കാനായിട്ട് പക്ഷെ ഞാൻ ചേർക്കണില്ല. ഇതല്ലാണ്ട് തന്നെ ഒരു 2 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കയ്പ്പൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ ഒരു റെസിപ്പി അടിപൊളിയാട്ടാ. അതിലാകുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ചേർത്തെന്ന് മാത്രമല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കുക്ക് ചെയ്യുന്നവർക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. എനിവേ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടാ ഇത്. അപ്പോൾ അച്ചാറൊന്ന് തണുത്ത് വന്നതിന് ശേഷം കുപ്പിലേക്ക് ആക്കാമെന്ന് വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല. ഈ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ, അന്നേരം കട്ട് ചെയ്യാനൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ ഇതാവുമ്പം നമുക്കൊരു ഒതുക്കി വെക്കാനും പറ്റും, ആവശ്യമുള്ളപ്പോൾ ഈസി ആണല്ലോ എടുത്തിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പൈനാപ്പിൾ ഇങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാവർക്കും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമാണ്. മറ്റേ നമ്മളിങ്ങനെ സ്ക്വയർ പീസസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യണതിനെക്കാട്ടും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ, കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.